അർജന്റീന, മെസ്സി, പോർച്ചുഗൽ, റൊണാൾഡോ, ബ്രസീൽ, നെയ്മർ, അങ്ങനെ പെരിയ തലകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫാൻസ് തമ്മിലുള്ള ഫാൻ ഫൈറ്റും അതും ഇതും എല്ലാം നിറഞ്ഞ് വിളയാടി നിന്ന ഫിഫ വേൾഡ് കപ്പിൽ ഒരു ടീം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ കളിച്ച് പോരാടി തോറ്റ് പുറത്തായി എല്ലാരെയും വിഷമത്തിൽ ആഴ്ത്തിക്കൊണ്ട് ആ ഒരു പ്ലെയറാണ് എർലിംഗ് ഹാലൻഡ്. എന്തുകൊണ്ടാണ് ഇവൻ ഇത്രയും ഫോളോവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവൻ ഇത്രയും ഫാൻ ബേസ്, ഇത്ര വളരെ ചുരുക്കം ടൈമിൽ എങ്ങനെ ഇവൻ ഇത്രയും മുകളിലെത്തി എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ടു മൈ ചാനൽ ഏജന്റ് ഇംപോസിബിൾ. ഇവിടെ എല്ലാം എടുക്കും. എന്തുകൊണ്ട് എർലിംഗ് ഹാലൻഡ്, എംബാപ്പെ, യമാൽ അങ്ങനെ തുടങ്ങിയ ഒരു കുറച്ച് വലിയ നിര തന്നെ എമേർജിംഗ് പ്ലേയേഴ്സിനുണ്ട്. എന്നാലും എന്തുകൊണ്ട് എർലിംഗ് ഹാലൻഡിനെ ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെടുന്നു, അത്രയേറെ പ്രിയപ്പെട്ടവനായത് എങ്ങനെ? യെസ്, ആ 90 മിനിറ്റ് കളിയിൽ എർലിംഗ് ഹാലൻഡിനെ എതിരാളികളും ഡിഫൻഡേഴ്സ് ഒക്കെ കാണുന്നത് അയ്യോ പേടിയാകുന്ന എന്നുള്ള രീതിയിലാണ്. കാര്യം വളരെ മോൺസ്ട്രസ് ആയിട്ടും വളരെ ഒരു വൈക്കിംഗ് ഫീല് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്ലെയർ ആണ് എർലിംഗ് ഹാലൻഡ്. എന്നാൽ അത് മാത്രമാണോ റീസൺ എന്ന് ചോദിച്ചാൽ അല്ല. മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഈ 90 മിനിറ്റിന് ശേഷം സ്വന്തം കൂടെ കളിക്കുന്ന ആൾക്കാരായാലും എതിരാളികളായാലും ഫാൻസ് ആയാലും റെഫറി ആയാലും ആരെടുത്തായാലും വളരെ ഹമ്പിളായിട്ടുള്ള, വളരെ ക്യൂട്ടായിട്ട്, ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ക്യൂട്ടിപ്പായ ഹാലൻഡ് എന്നാണ് പറയുന്നത്, അത്രയും ക്യൂട്ടായിട്ടും അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പെരുമാറ്റം, ആ പെരുമാറ്റമാണ് എർലിംഗ് ഹാലൻഡിനെ ഇത്രയും പ്രിയപ്പെട്ടവനാക്കിയത്. ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയ അന്ന് തൊട്ട് വലിയ വലിയ പേരുകൾ നെയ്മർ, മെസ്സി, റൊണാൾഡോ, ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ഫ്രാൻസ് എല്ലാം പറയുന്നുണ്ട്. എന്നാൽ നോർവേയെ കുറിച്ച്, അത്രയും ചെറിയ ടീമാണെങ്കിലും പോരാടി വന്ന ടീമാണ്, പോരാടി തന്നെ പോയ ടീമാണ്. ഹാലൻഡിനെ കുറിച്ചും ആരും അധികം അങ്ങോട്ട് പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ വിഷമമുണ്ട്. ബിക്കോസ് അൺഫോർച്ചുനേറ്റ്ലി നോർവേ ഇന്ന് കളിച്ച് തോറ്റു. നിർഭാഗ്യം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാര്യം ആരെയും ഒരു പ്ലെയറിനെയും കുറ്റം പറയുന്നില്ല. എന്നാൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, ആ ഒരു പാസ് ഹാലൻഡിന് കിട്ടിയിരുന്നെങ്കിൽ, ബോള് കാലിൽ എത്തിയിരുന്നെങ്കിൽ ഇന്ന് കളിയുടെ ഗതി തന്നെ മാറിയനെ. കാര്യം നോർവേ 1-0 നിന്നപ്പോഴാണ് ആ ചാൻസ് വന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ് ഹാപ്പൻസ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എർലിംഗ് ഹാലൻഡ് വിൽ കം ബാക്ക്. അടുത്ത വേൾഡ് കപ്പിൽ ഒരു വലിയ കൊടുങ്കാറ്റായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും അത് എക്സ്പെക്ട് ചെയ്ത് തന്നെ ഇരിക്കണം. പിന്നെ നിങ്ങൾക്ക് എർലിംഗ് ഹാലൻഡിന് ഇഷ്ടമാണോ അല്ലയോ എന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കണം. എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്നുള്ളത്. പിന്നെ ടാഗ് ലൈനിൽ പറഞ്ഞ പോലെ ദിസ് ഈസ് മൈ ചാനൽ ഏജന്റ് ഇംപോസിബിൾ, ഇവിടെ എല്ലാം എടുക്കും. അപ്പൊ ഏതെങ്കിലും പർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അതിന്റെ കൂടെ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എന്നാലേ എന്റെ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഹാലൻഡ് ഫാൻസിന് ഷെയർ ചെയ്യുക. That's all. Until the next video, it's me, Agent Impossible, signing off.